മൂന്നാം തവണ പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി ഇത് ആദ്യമായി RSSന്റെ ആസ്ഥാനത്തെത്തി മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ പോകുന്നു, അതിൽ RSSന് ചില അതൃപ്തികളുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്തായിരിക്കും ഈ സന്ദർശനത്തിൻ്റെ ഒരു ലക്ഷ്യം? വളരെ സില്ലി കാര്യങ്ങളാണ്. ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ RSSും BJPയും തമ്മിൽ ആലോചിക്കും. അതിനായിട്ട് പ്രധാനമന്ത്രി നാഗ്പൂർ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. അതൊന്ന് ചർച്ച ചെയ്യാൻ എന്നിട്ട് ജെണ്ടയൊക്കെ കൂട്ടി പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സന്ദർശനം നേരത്തെ തീരുമാനിച്ചതാണ്. അവിടുത്തെ ഒരു ഐ ഹോസ്പിറ്റലിന് തറക്കല്ലിടുക, പിന്നെ ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 100ാം വാർഷികം, RSSന്റെ 100ാം വാർഷികം അല്ലേ? 100ാം വർഷം ശരി. പക്ഷേ അതൊന്നും ഈ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അതിൽ 100ാം വർഷം ഒക്കെ RSS പ്ലാൻ ചെയ്യാൻ അവരതങ്ങ് നടത്തിക്കോളും. പ്രധാനമന്ത്രി അതിലൊന്നും ചെയ്യാനൊന്നുമില്ല. നാഗ്പൂർ പ്രധാനമന്ത്രി പോയ സ്ഥിതിക്ക് മോഹൻ ഭാഗവത് കാര്യാലയത്തിലൊന്ന് കയറിയിട്ടുള്ളൂ. നാഗ്പൂർ 2 കാര്യാലയമുണ്ട്. ഒന്ന് മഹൽ കാര്യാലയം, അതാണ് യഥാർത്ഥ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുകൂടാതെ രേശിംബാഗ് കാര്യാലയം, അത് വളരെ വലുതാണ്. രേശിംബാഗ്, അവിടെയാണ് നരേന്ദ്രമോദി പോയത്. മഹൽ കാര്യാലയത്തിൽ പോയതായിട്ട് ഞാൻ കണ്ടില്ല. രേശിംബാഗിലാണ് പോയി അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഒരു 1-to-1 മീറ്റിംഗ് സർസംഘചാലകമായിട്ട് മോദി നടത്തിയിട്ടില്ല. എവറിതിങ് വാസ് ഇൻ പബ്ലിക് മീറ്റിംഗ് ആണ്, പബ്ലിക് പ്രസംഗമാണ്, പബ്ലിക്കായിട്ട് നടക്കുന്നു, സംസാരിക്കുന്നു. ഇതല്ല ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അത്തരം അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇവർക്ക് തമ്മിൽ ഒരു രഹസ്യം പറയണമെങ്കിൽ ഒരാൾ നാഗ്പൂർ ചെല്ലുകയോ അല്ലെങ്കിൽ മറ്റേ ഡൽഹിയിൽ വരുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർക്കതിൻ്റെ ടീമുണ്ട്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. ഇതിനോടകം ചെയ്ത് കാണും പ്രസിഡൻറ്റിൻ്റെ കാര്യം, അത് ഇതൊക്കെ. അതുകൊണ്ട് ഇങ്ങനൊരു ഷോയുടെ ആവശ്യം ഇല്ല. അപ്പോൾ ആകെ ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി RSSൻ്റെ രേശിംബാഗ് കാര്യാലയത്തിൽ പോകുന്നത്. അത് വലിയൊരു വാർത്തയാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. പൊളിറ്റിക്കലി അതിനൊരു ഇമ്പോർട്ടൻസ് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോൾ പോലും പോയിരുന്നില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോഴും പോയില്ല. 10 വർഷം പോയില്ല, 11ാമത്തെ വർഷമല്ലേ പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ അതേ ചൊല്ലി തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അഭ്യൂഹങ്ങളുണ്ടാകും. JP നഡ്ഡ ഒരു അഭിമുഖത്തിൽ RSSൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാറായി എന്ന് പറഞ്ഞു. അത് RSSന് പിടിച്ചില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞു. അപ്പോൾ അതൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യാനായിട്ട് മോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് പോയി സെറ്റിൽ ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? ഹരിയാനയിൽ നടന്നു, അവിടെ BJP ജയിച്ചു. മഹാരാഷ്ട്രയിൽ തൂത്തുകാർ ജയിച്ചു. ഉത്തർപ്രദേശിലെ ബൈ ഇലക്ഷനെല്ലാം തൂത്തുകാർ ജയിച്ചു. ഛത്തീസ്ഗഡിൽ തോക്കുകയും ചെയ്തു. ഡൽഹി എത്രയോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിച്ചു. ഇപ്പോൾ ഈ പൊളിറ്റിക്സിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ JP നഡ്ഡയുടെ അഭിമുഖത്തിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ വിഷയമാക്കിയിട്ട് അങ്ങനെയൊന്നുമല്ല RSS പ്രവർത്തിക്കുന്നു, BJP പ്രവർത്തിക്കുന്നു, അങ്ങനെയല്ല. ഇതിപ്പോൾ അദ്ദേഹം നാഗ്പൂർ പോയപ്പോൾ അവിടെ ഒന്ന് കയറി. ഡോക്ടർ ജി സ്മൃതി മണ്ഡപം, അത് ഇതൊക്കെ ഉണ്ട്. ഡോക്ടർ ജിക്ക് മാത്രമേ സ്മൃതി മണ്ഡപമുള്ളൂ. ഗുരുജിയുടെ പിന്നീട് അതിനോട് ചേർന്നൊന്നും ഉണ്ടാക്കിയതാണ്, വളരെ ചെറുതായിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിമയൊന്നുമില്ല. അവിടെ വെച്ച് RSSൻ്റെ 3ാം സർസംഘചാലക് ബാലാസാഹേബ് ദേവറസ് അത് നിർത്തി. ഇനി പ്രതിമയുമില്ല, സ്മൃതി മണ്ഡപവുമില്ല. തീരുമാനിച്ചു. അതിന് ശേഷമുള്ള ഒരു സർസംഘചാലകനും സ്മൃതി മണ്ഡപമില്ല, ഒരു കല്ലെങ്കിലും വയ്ക്കുന്നില്ല, ഒന്നുമില്ല. അതങ്ങോട്ട് നിരോധിച്ചു. ഇത് മതി, ഈ രണ്ടുപേരുടെ ഉണ്ടാക്കിയല്ലോ, അത് മതി. ആദ്യത്തെ ആളിൻ്റെ പ്രതിമയുണ്ട്, രണ്ടാമത്തെ ആളിന് പ്രതിമയുമില്ല. വെറുതെ ഇങ്ങനെ കുറച്ച് ജ്വാല പോലെ, അതൊരു അൺഒഫീഷ്യൽ പോലെയാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ പ്രതിമാ നിർമ്മാണം അത്ര നല്ല കാര്യമൊന്നുമല്ല. 3ാം സർസംഘചാലക് ദേവറസ്ജിയുടെ പോയിൻ്റ്, നിങ്ങൾ ഇപ്പോൾ 2 പേർക്കുണ്ടാക്കി, ഇനിയിപ്പം ഞാൻ ചാകും, എനിക്കൊരെണ്ണം ഉണ്ടാക്കണ്ടേ, അടുത്ത ആൾ വരും, അയാൾ മരിക്കും. ആൾക്കാരിങ്ങനെ മരിക്കുമല്ലോ. ഒരു 150 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ രേശിംബാഗ് മുഴുവൻ പ്രതിമകൾ കൊണ്ട് നിറയും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത സ്ഥലം വാങ്ങാനായിട്ട് ഓടും. പ്രതിമ വയ്ക്കണ്ടേ? ആൾ മരിച്ചു.
ഇങ്ങനെ നമ്മുടെ സംഘടന സ്മൃതി മണ്ഡപം പണിയാനും പ്രതിമ പണിയാനും അതിൻ്റെ കാശ് പിരിക്കാനും അതിന് സ്ഥലം വാങ്ങാനും ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഇതാണോ RSS? മരിച്ചുപോയാളുടെ പ്രതിമ ഉണ്ടാക്കുക. അദ്ദേഹം പറഞ്ഞു പറ്റില്ല. നമ്പർ 2, അദ്ദേഹം പറഞ്ഞു ഈ റേഷൻ ബാഗിലാണ് ഇവരെ ദഹിപ്പിച്ച സ്ഥലത്താണ് ഈ സ്മൃതി മണ്ഡപം ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എന്നെ റേഷൻ ബാഗിൽ ദഹിപ്പിക്കരുത്. എന്നെ സാധാരണ ജനങ്ങളെ, നാഗ്പൂരിലെ സാധാരണ ജനങ്ങളെ എവിടെയാണ് ദഹിപ്പിക്കുക? അവിടെ ദഹിപ്പിച്ചാൽ മതി. ഞാൻ RSSൻ്റെ സർസംഘചാലകനാണെന്ന് വിചാരിച്ച് ദിവ്യനായ മനുഷ്യനൊന്നുമല്ല. ഈ റേഷൻ ബാഗ് എന്ന് പറയുന്ന ഈ ഇട്ടാവട്ടം നമ്മുടെ കോമ്പൗണ്ടിൽ ആളുകളെ ദഹിപ്പിക്കാൻ തുടങ്ങിയാൽ താമസമില്ലാതെ ഇതൊരു ശ്മശാന ഭൂമിയായിട്ട് മാറും, ഇല്ലേ? സർസംഘചാലകനെ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. സോ വാട്ട്? അതുകൊണ്ട് എന്നെ മുനിസിപ്പാലിറ്റി എവിടെയാണ് ദഹിപ്പിക്കുന്നത് അവിടെ കൊണ്ടുപോയി ദഹിപ്പിക്കാം. അങ്ങനെ ദേവർഷി സാധാരണക്കാരെ ദഹിപ്പിക്കുന്നിടത്താണ് ദഹിപ്പിച്ചത്. അതിനുശേഷം വന്ന ആൾ രാജു ഭയ്യയാണ്, പ്രൊഫസർ രാജേന്ദ്ര സിംഗ്. അദ്ദേഹം എഴുതി വെച്ചു, ഞാൻ ഭാരതത്തിൽ എവിടെ കിടന്നാണോ മരിക്കുന്നത് അവിടെ എന്നെ ദഹിപ്പിക്കണം. എന്നെ തലച്ചുമടായിട്ട് നാഗ്പൂരൊന്നും കൊണ്ടുപോകരുത്. നാഗ്പൂരാണ് മരിക്കുന്നത്, നാഗ്പൂർ ദഹിപ്പിച്ചു. പൂനെയാണെങ്കിൽ പൂന, എവിടെയാണോ. പറഞ്ഞു അല്ല അതെന്താ അങ്ങനെ എവിടെ കിട്ടിയെടുത്ത് ദഹിപ്പിക്കാമെന്ന്. പുള്ളി പറഞ്ഞു ഈ ഭാരതഭൂമിയുടെ ഓരോ ഇഞ്ചും പുണ്യഭൂമിയാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് RSSകാരൻ. അപ്പോൾ പിന്നെ എവിടെ മരിച്ചാലെന്താ, അത് പുണ്യഭൂമിയല്ലേ? ചെങ്ങന്നൂർ വെച്ചാണ് മരിക്കുന്നത്, ചെങ്ങന്നൂർ പുണ്യഭൂമിയാണ്, അവിടെ ദഹിപ്പിച്ചു. ഇതായിരുന്നു. അദ്ദേഹം മരിച്ചത് പൂനെയിൽ വെച്ചാണ്. പൂനെയിൽ വെച്ച് ഇങ്ങനെ RSSനെ സംബന്ധിച്ചിടത്തോളം ഈ ആടയാഭരണങ്ങൾ, അലങ്കാരങ്ങൾ, മരിച്ചു കഴിഞ്ഞുള്ള കലാപരിപാടികൾ, ഇതൊക്കെ വളരെ വളരെ കുറവാണ്, വളരെ കുറവാണ്. സുദർശൻജി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, എൻ്റെ കണ്ണുകൾ ഏതെങ്കിലും ഐ ഹോസ്പിറ്റലിന് ദാനം ചെയ്യണം, ബാക്കി എന്നെ എവിടെയെന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു ചെയ്തു. കാരണം പുള്ളിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എഴുതി വെച്ചു എന്ന് വെച്ചോ, എന്നെ ഇന്ന സ്ഥലത്ത് ദഹിപ്പിക്കണം. ഇപ്പോൾ രാജു ഭയ്യ പറഞ്ഞ പോലെ തന്നെ ഞാൻ എവിടെയാണോ മരിക്കുന്നത് അവിടെ ദഹിപ്പിക്കണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എന്നെ ദഹിപ്പിക്കാൻ പറ്റുന്നില്ല, അവിടെ എന്തെങ്കിലും കാരണം കൊണ്ടാവാം, പെട്ടെന്നൊരു ബന്ദ്, ഒരു ഹർത്താൽ, അത് ഇത് എന്നെ ചുമന്ന് നിങ്ങൾ മോർച്ചറി കൊണ്ടുപോകണം. കാരണം ഞാൻ എഴുതി വയ്ക്കില്ല ഇവിടെ ദഹിപ്പിക്കണമെന്ന്. അപ്പോൾ ഈ സാധനം ചീഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ മോർച്ചറിയിൽ എടുത്തുകൊണ്ട് പോകണം. ആ ഘടാഘടിയൻ മഴ പിറ്റേ ദിവസം, അന്നും ദഹിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ മോർച്ചറി കിടക്കുക, എനിക്കവിടെ കാവലിരിക്കുന്ന ആൾക്കാർ, എന്തിനാ ഈ പെടാപ്പാട്? ഞാനതുകൊണ്ട് ഒന്നും എഴുതി, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തു, ആകെ ഇത് മാത്രം എൻ്റെ കണ്ണ് ദാനം ചെയ്തോളൂ, ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വികസിച്ച് വരുന്ന കാഴ്ചപ്പാടായിരുന്നു മരണത്തിൽ പോലും RSSകാർക്കുണ്ടായിരുന്നത്. ഇത്രയധികം ഫിലോസോഫിക്കലായിട്ട് ആധ്യാത്മികതയോട് ചിന്തിക്കുന്ന വേറൊരു പ്രസ്ഥാനമില്ല. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ പ്രധാനമന്ത്രി എൻ്റെ ഇവിടെ വന്നു, കണ്ടോ ഞാൻ ഇരിക്കുന്നിടത്ത് പ്രധാനമന്ത്രി, ഒന്നുമില്ല. പ്രധാനമന്ത്രി ഇരിക്കുന്നിടത്തേക്ക് ഒരാവശ്യത്തിന് പോകാൻ മോഹൻജി ഭാഗവത്തിന് ഒരു ഈഗോ പ്രശ്നമില്ല. പ്രധാനമന്ത്രിയെ കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് പോകുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എനിക്ക് പ്രധാനമന്ത്രിയെ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയി കാണാം, കുഴപ്പമൊന്നുമില്ല. പ്രധാനമന്ത്രി ഒരു സ്വയം സേവനം എന്ന നിലയ്ക്ക് നാഗ്പൂർ വന്നപ്പോൾ കാര്യാലയത്തിലൊന്ന് പോയി, ഇത്രയേ ഉള്ളൂ. ഇതിൽ കവിഞ്ഞുള്ള ഒരു ഡയമെൻഷനും ഇതിന് കാണേണ്ട ആവശ്യമില്ല. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, മരണത്തെപ്പോലും ഈ രീതിയിലാണ് കഴിഞ്ഞുപോയ സർസംഘചാലകന്മാരെല്ലാം കണ്ടിട്ടുള്ളത്. അതൊരു സാധാരണ സംഭവമാണ് മരണം. ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യം ഏതാണെന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ് യാഥാർത്ഥ്യം മരണമാണ്. ആകെ ഉറപ്പുള്ളൊരു സാധനം, ഒരു ദിവസം നമ്മൾ മരിക്കും എന്നുള്ളതാണ്. വേറെ ഒന്നിനും ഒരു ഉറപ്പുമില്ല. മരണം ഉറപ്പാണ്, ദിവസം ഏതാണെന്ന് അറിഞ്ഞുകൊണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ പോലും ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന സംഘടനയ്ക്ക് പ്രധാനമന്ത്രി വന്നാലെന്താ, വന്നില്ലെങ്കിലെന്താ? എത്രയോ കോടിക്കണക്കിന് സ്വയം സേവകർ, അതിൽ ഒരു സ്വയം സേവകൻ്റെ പേരാണ് നരേന്ദ്രമോദി. അത്രേ ഉള്ളൂ. ശരിക്കും മാധ്യമങ്ങളടക്കം പ്രധാനമായിട്ടും പറയുന്നത് BJPയുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആത്യന്തികമായി RSS ആണ്. അപ്പം അധ്യക്ഷനെ നിയമിക്കുന്നതായിക്കോട്ടെ, പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതായിക്കോട്ടെ. അപ്പോൾ ഒരു പ്രധാനമന്ത്രി RSSൻ്റെ ആസ്ഥാനത്ത് ഇപ്പോൾ പോകണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തിനായിരിക്കും അങ്ങനെ ഒരു നരേറ്റീവ്? അല്ല, അത് ഈ ഒരു വാർത്ത വേണമല്ലോ അതിൽ. പ്രധാനമന്ത്രി നാഗ്പൂർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഫർമേഷനേ ആകുന്നുള്ളൂ, ന്യൂസ് ആവുന്നില്ല.
ന്യൂസ് ആക്കുന്നത് എങ്ങനെയാണ്? അത് ഒരല്പം മസാല അതിൽ ചേർക്കും. അതിൽ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുന്നു. പിണറായി വിജയൻ 1 മണിക്കൂർ താമസിച്ചാണ് ചെല്ലുന്നത്. അതിൻ്റെ പുറകിൽ ഒരു ചെറിയ മിസ്ചീഫ് നിങ്ങൾക്ക് പിണറായി വിജയൻ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുമായിട്ട് കണ്ടു, അത് താമസിച്ചു, അങ്ങനെയാണ് ഇവിടെ താമസിച്ചതെന്ന് വരുത്തുക. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവിടെ പോകും. 1 മണിക്കൂർ എവിടെയാണ് പിണറായി വിജയൻ സ്പെൻഡ് ചെയ്തത്? ഇങ്ങനെയൊക്കെയാണ് വാർത്തയുടെ സ്വഭാവം. ഇൻഫർമേഷനല്ല, അത് വാർത്തയാണ്. വാർത്തയ്ക്ക് ഒരല്പം മസാലയൊക്കെ ചേർത്തെങ്കിലേ വാർത്തയ്ക്കൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. അങ്ങനെ ചേർക്കുന്നു. അപ്പോൾ RSSൻ്റെ നാഗ്പൂർ ആസ്ഥാനത്ത് പോയതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഒരു ഒന്നുമില്ല, ഒന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.